ഹലോ ഗൈസ്, സ്പൈഡർമാനെ പറ്റിയിട്ട് കടലിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ന്യൂസാണ് കേൾക്കുന്നത്. ഒന്നാമത്തത് ഒരു ഡൂംസ്ഡേയുടെ അവസാനത്തിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആ ഒരു മൂവിയിൽ നമുക്ക് സ്പൈഡർമാനെ കാണാൻ പറ്റില്ല എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റും. ഒഫീഷ്യലി ഒന്നും അവർ കൺഫേം ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ അതിൽ മൈൽസ് മൊറാൽസിനെ കാണാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യം ഒരു ന്യൂസായിട്ട് കേൾക്കുകയാണ്. ഗൈസ്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? മൈൽസിനെ അങ്ങനെ കാണിക്കുമോ ബ്രാൻഡ് ന്യൂ ഡേയിൽ? എന്തോ തരമാണെന്തോ അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്പൈഡർമാൻ നോയർ ഒരു ആനിമേഷൻ സീരീസ് ഓൺ ദ വേ ആണ്. ഷൂട്ടിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്നും കേൾക്കുന്നുണ്ട്. ഈ വർഷം അവസാനത്തിനുള്ളിൽ നമുക്കത് കാണാൻ പറ്റും. മൊത്തത്തിൽ 8 എപ്പിസോഡ്സാണ് 45 മിനിറ്റോളമുള്ള ആനിമേഷൻ സീരീസ് നോയറിൻ്റെ ഷൂട്ടിങ്ങിൽ അവർ എടുത്തിട്ട് എന്നാണ് കേൾക്കുന്നത്. ഒരു 45 മിനിറ്റുള്ള 8 എപ്പിസോഡ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണും. സോ ബ്രാൻഡിനൂടെ ഓൺ ദ വേ ആണ്. സ്പൈഡർമാൻ നോയർ ഓൺ ദ വേ ആണ്. ഒരു സീരീസും വരുന്നുണ്ട്, ഒരു മൂവിയും വരുന്നുണ്ട്. എന്തായാലും സ്പൈഡർമാൻ ഫാൻസുകാർക്ക് ആഘോഷിക്കാം.